നമ്മുടെ കൂടെയുള്ള ഓരോ മനുഷ്യനോടും, നമ്മൾ കാണുന്ന ഓരോ മനുഷ്യനോടും ഉള്ളു നിറഞ്ഞിട്ട് ചിരിക്കാനും സന്തോഷത്തോടെ പെരുമാറാനും നമുക്ക് സാധ്യമാവുക എന്നുള്ളതാണ്. സുഗതകുമാരിയുടെ ഒരു കവിതയുണ്ട്, ഒരുപക്ഷെ നിങ്ങൾ കേട്ടതായിരിക്കും. ആ കവിത ഒന്നുകൂടെ ഇങ്ങനെ ആഴത്തിൽ വായിക്കുകയും കേൾക്കുകയും ചെയ്യേണ്ട കവിതയാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് വായിക്കാം. അതിങ്ങനെയാണ്: എൻ്റെ വഴിയിലെ വെയിലിനും നന്ദി, എൻ്റെ ചുമലിലെ ചുമടിനും നന്ദി, എൻ്റെ വഴിയിലും മരക്കൊമ്പിലെ കൊച്ചു കുയിലിനും നന്ദി, വഴിയിലെ കൂർത്ത നോവിനും നന്ദി, വഴിയിലെ കൂർത്ത നോവിനും നന്ദി, മിഴി ചുവപ്പിച്ച സൂര്യനും നന്ദി, നീളുമീ വഴി ചുമടു താങ്ങിതൻ തോളിനും വഴിക്കിളവിനും നന്ദി, വഴിയിലെ വെയിലിനും നന്ദി, നീട്ടിയോരു കൈക്കുമ്പിളിൽ ജലം വാർത്തു തന്ന നിൻ കനിവിനും നന്ദി. ആരോ വെള്ളം തന്നിട്ടുണ്ട്, ഓർക്കും നന്ദി. ഇരുളിലെ ചതിക്കുണ്ടിനും പോയൊരിരവിലെ നില കുളിരിനും നന്ദി. ചതിക്കുഴികളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മുന്നിൽ, നല്ല നിലാവ് പെയ്തിരുന്നു രാവിൽ, എല്ലാത്തിനും നന്ദി. വഴിയിലെ കൊച്ചു കാട്ടുപൂവിനും മുകളിലെ കിളിപ്പാട്ടിനും നന്ദി. കേട്ട പാട്ടുകൾക്കൊക്കെ നന്ദി, പാടിത്തന്ന കിളികൾക്കെല്ലാം നന്ദി. മിഴിയിൽ വറ്റാത്ത കണ്ണുനീരിനും ഉയിരുണങ്ങാത്തൊരലിവിനും നന്ദി. എൻ്റെ കണ്ണീരുകൾക്ക് നന്ദി. ദൂരെയാരോ കൊളുത്തി നീട്ടുമാ ദീപവും നോക്കി ഏറെ ഏകയായി കാത്തുവയ്ക്കുവാനൊന്നുമില്ലാതെ, തീർത്തു ചൊല്ലുവാൻ അറിവുമില്ലാതെ, പൂക്കളില്ലാതെ പുലരിയില്ലാതെ, ആർദ്രമേതോ വിളിക്കു പിന്നിലായി പാട്ടുമൂളി ഞാൻ പോകവേ, നിങ്ങൾ കേട്ടു നിന്നുവോ തോഴരെ നന്ദി. നന്ദി മാത്രമേ ഉള്ളൂ, ആരോടും വിദ്വേഷങ്ങളില്ല. ഈ കവിത ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കേട്ടാലുണ്ടല്ലോ, അദ്ദേഹം പാടിയിട്ടുണ്ടത് മനോഹരമായി അത് ആലപിച്ചിട്ടുണ്ട് നമ്മുടെ വേണുഗോപാൽ. അത് കേട്ടാലേ നമുക്കൊരു മനുഷ്യനോടും ദേഷ്യം തോന്നില്ല, എല്ലാവരോടും സ്നേഹം തോന്നും. നമ്മളെ കരയിപ്പിച്ചവരും വേദനിപ്പിച്ചവരും പാരവെച്ചവരും സങ്കടപ്പെടുത്തിയവരൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരോടും നമ്മുടെ മനസ്സിലെ ആ കോപത്തിൻ്റെ മഞ്ഞുരുകിയിട്ട് കനിവിൻ്റെ സൂര്യൻ ഉദിക്കുന്നത് ഉള്ളിലിങ്ങനെ അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് മനുഷ്യന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആന്തരിക വികാസം സാധ്യമാണ്. മറ്റതൊക്കെ അതിൻ്റെ പിറകെയാണ്.